വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഇന്നും ഒരു കൊച്ചി വ്ളോഗാണ്. ഞങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് അധികം എങ്ങും ഇറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് ഏതായാലും പുറത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് ചെക്കപ്പാണ്. അപ്പം രാവിലെ ഞാനിപ്പം ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് വല്ലതും പറയുകയാണെങ്കിൽ പിന്നെ ലേക്ക് ഷോറിൽ പോകണം. അങ്ങനെ ഇന്നൊരു ചെക്കപ്പ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ചെക്കപ്പ് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് എറണാകുളത്തെ ഒരു ദിവസം കാണാം. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയൊക്കെ ആയിട്ട് താഴെ വന്നിരിക്കുക. ഇപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയാണെങ്കിൽ 3 hours ഫാസ്റ്റിങ് ചെല്ലണം. അതുകൊണ്ട് നേരത്തെ ഒരു ഫുഡൊക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇപ്പം സമയം 6:45 ആയിട്ടുണ്ട്. നേരത്തെ കാപ്പി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം രാവിലത്തെ പരിപാടികൾ. ഇപ്പം സമയം ഏകദേശം 8:20 ആയി. ഞങ്ങളിപ്പം ഡോക്ടർ ഖദറിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നുമില്ല. കളമശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 10-20 മിനിറ്റിനാണ് ഡോക്ടറുടെ വീട്ടിലെത്തും. 9 മണിക്കാണ് ഡോക്ടർ വീട്ടിൽ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അച്ഛൻ കുറച്ച് മുല്ലപ്പൂ തന്നു. അവിടെ ഫ്രണ്ടിൽ കുറേ ചെടിയുണ്ട്. അച്ഛന് നല്ലൊരു ഗാർഡൻ ഉണ്ട്. 3-4 പൂവേ ഉള്ളൂ, പക്ഷെ ഭയങ്കര മണം, നല്ല ഫ്രഷ് മുല്ലപ്പൂ. ഡോക്ടറിനെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അൾട്രാസൗണ്ടും എക്സ്റേ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. റിസൾട്ട് നേരത്തെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഡോക്ടറിന്റെ വീട്ടിൽ തന്നെ പോയി കാണും. ഇല്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താറായി. അപ്പൊ ഞാൻ ഇനിയും ഹോസ്പിറ്റലിലോട്ട് ക്യാമറയൊന്നും എടുക്കുന്നില്ല. ഡോക്ടറിന്റെ അങ്ങോട്ടും അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ അധികം ആളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഞങ്ങൾ അൾട്രാസൗണ്ടിനൊക്കെ പോയാൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യും. ഇപ്പം ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് കയറി വേഗം തന്നെ വിളിച്ചു. അൾട്രാസൗണ്ടും എക്സ്റേ ഒക്കെ കഴിഞ്ഞു. റിപ്പോർട്ട് വേഗം തന്നെ കിട്ടി. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറിന്റെ വീട്ടിൽ പോയി. 1 മണി വരെ ഡോക്ടർ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടറിന്റെ വീട്ടിൽ പോയി. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് വൈകിട്ട് ഹോസ്പിറ്റലിൽ വരണം. ലേക്ക് ഷോറിൽ പിന്നെ ഡോക്ടറിന്റെ ഒപ്പി വൈകിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഒത്തിരി രാത്രി വരെ ഇരിക്കേണ്ടി വരും. ഇപ്പം ഇത് 1 മണിക്ക് മുമ്പ് വീട്ടിലെത്താൻ പറ്റിയോണ്ട് ഇന്നത്തെ ചെക്കപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഭയങ്കര വെയിലാണ്, നല്ല അസല് വെയിലാണ്. ഇങ്ങനെ കാറിൽ AC ഇട്ടാലും വെയിലടിച്ചിട്ട് ശരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വേർത്ത് ഒലിക്കുക ശരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് മുരളിയുടെ തൃപ്പൂണിത്തറ LIC ഓഫീസിൽ കയറണമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ഭാരത് കഫേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ഒരു കടയാണ്. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. ഒത്തിരി നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ, നല്ല ജിലേബി ലഡു. അപ്പം ഇവിടെ എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം വീട്ടിലിങ്ങനെ ആരോ കൊണ്ടുവന്നത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ കയറി കുറേ ലഡു അല്ല ജിലേബിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലഡു മേടിക്കാൻ വിട്ടുപോയി. രണ്ടാമത് മുല്ലേട്ടൻ പോയി ലഡുവും സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ കൗണ്ടറിലൊരു സ്വാമിയപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളി ചോദിച്ചു ചൂട് പഴംപൊരി വേണമെന്ന്. അവസാനം ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അതുമൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നെ കറികളുടെയൊക്കെ മിക്സ് ഉണ്ട് കേട്ടോ. രസം പൊടി, സാമ്പാർ പൊടി, ഇവൻ തീയൽ, എല്ലാം പുളിങ്കറി, ഒത്തിരി കറിയുടെ മിക്സ്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ഹൈജീനിക്കായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ കൂട്ടൊക്കെ മേടിച്ച് വെക്കുന്നത്. അപ്പോൾ രസം പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ചേച്ചിക്കും എനിക്കും വീട്ടിലത്തേക്കും കൂടെ മേടിച്ചു. അപ്പം ആ പുള്ളി പറഞ്ഞ് ജസ്റ്റ് ടൊമാറ്റോ ഇട്ട് ഈ പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ലതായിട്ട് തോന്നി.
ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഊണ് കഴിഞ്ഞ് ഉറങ്ങിയില്ല. ഉറങ്ങിയ പിന്നെ എനിക്ക് രാത്രിയിലേ ഉറക്കമില്ല. അപ്പോൾ ഉച്ചയ്ക്കും കൂടെ ഉറങ്ങിയാൽ രാത്രിയിൽ ഒട്ടും ഉറങ്ങത്തില്ല. രാത്രിയിൽ ഞാൻ തിരിഞ്ഞും പറഞ്ഞോ കിടക്കത്തേ ഉള്ളൂ, ഉറക്കം കുറവാണ്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ 4 മണിക്ക് ചായ കുടിയെ കഴിയും. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ തൃപ്പൂണിത്തറ അവിടുന്ന് മേടിച്ച ഉണ്ണിയപ്പവും ഏത്തക്കയപ്പമൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. അങ്ങനെ ഇപ്പം ഇരിക്കുകയാണ്. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ച് കിച്ചണിലോട്ട് വന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കടലമാവൊക്കെ വറുത്ത് വെച്ചേക്കുക. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് കടലമാവ് വറുത്ത് മാറ്റി വെച്ചതാണ്. എനിക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വെക്കുക. 1 ഗ്ലാസ് കടലമാവിന് 2 ഗ്ലാസ് പഞ്ചസാരയും ഏകദേശം ഒരു 1.5 കപ്പ് നെയ്യും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നെയ്യില് പകുതി എടുത്ത് മാറ്റി വെച്ചു. ആ ബാക്കി പകുതി നെയ്യിലോട്ട് വറുത്ത് വെച്ചിരുന്ന കടലമാവ് ചേർത്ത് മിക്സ് ചെയ്യുവാണേ. 1.5 കപ്പിൽ ഏകദേശം ഒരു 3/4 കപ്പ് നെയ്യ് മാറ്റി വെച്ചു. ബാക്കി 3/4 കപ്പിലോട്ടാണ് ആ കടലമാവ് നല്ലപോലെ ചൂടാറിയിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴയുന്ന ഒരു പരുവത്തിലാക്കി വെക്കുവാന്ന് തോന്നുന്നു. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഓക്കെ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അത് മിക്സ് ആക്കി എടുക്കണേ. ഇനിയും സ്റ്റൗ കത്തിച്ച് 2 ഗ്ലാസ് പഞ്ചസാരയും 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒരു ഷുഗർ സിറപ്പ് പോലെ ആക്കണം. ഒരു നൂൽ പരുവമാണോ? ഒരു നൂലല്ല, ഒന്ന് ഒട്ടിയാൽ മതി. ഒട്ടിയാൽ മതി. ഒരു നൂൽ പരുവം വേണ്ട. ഒരു സ്റ്റിക്കി പരുവം വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ചൂടാക്കി എടുക്കണം. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്നവര്, പക്ഷെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം. ഒരു നൂൽ പരുവം ആവണ്ട, ഒട്ടുന്ന പരുവമായാൽ മതിയേ. ഇത് ഏകദേശം ഒരു ഒട്ടുന്ന പരുവായി നല്ല തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിരുന്നില്ലേ നെയ്യും കടലമാവും കൂടെ, അത് ഇതിനകത്തോട്ട് ചേർക്കുവാണേ. ഫ്ലെയിം അപ്പൊ ഹൈ തന്നെയല്ലേ വെച്ചേക്കുന്നേ? ഹൈ ഫ്ലെയിമിൽ തന്നെയാ വെച്ചേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരുപാട് നേരം. ബാക്കി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു. ഹൈ ഫ്ലെയിമിലായോണ്ട് വേഗം തന്നെ ആവും, അധികം സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് തോന്നിയത്. പറ്റി വരണം അല്ലേ? ഇത് ഇങ്ങനെ ഇളക്കി അറ്റം വിട്ട് വരുന്ന ഒരു പരുവാവണം കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒറ്റ ഒരു ഇതായിട്ടല്ലേ, അലുവയൊക്കെ ചെയ്യുന്ന പോലെ കട്ടി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ പരുവത്തില് കുറച്ചൊന്ന് തിക്കായി തുടങ്ങുന്നതേ ഉള്ളൂ. അല്ല, മറ്റേ ഗീ മൈസൂർ പാക്കും ഇതുമായിട്ട് അത് തന്നെയല്ലേ ഇത്? നെയ്യ് ഒഴിക്കുമ്പോ നല്ല സോഫ്റ്റ് ആയി വരും അല്ലേ? ശരി, 2 കപ്പ് നെയ്യൊക്കെ എടുത്താൽ അതെ. ഇപ്പം ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ഇളക്കുമ്പം എല്ലാം കൂടെ ഒരു സൈഡിലോട്ടായി തുടങ്ങി. അപ്പം ഈ പരുവാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കി ഒരു നെയ്യ് പുരട്ടി വെച്ചേക്കുന്ന ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇളക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കി സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു പകുതി ചൂട് മാറിക്കഴിയുമ്പം നൈഫ് വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞു വെക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തിട്ട് അത് ഇളക്കിയെടുക്കണം. പകുതി സെറ്റായിട്ടേ അത് വരയാവൂ. എന്നിട്ട് പിന്നെ നല്ലതായിട്ട് തണുത്തിട്ട് ഇളക്കിയെടുക്കും അല്ലേ? ഒരു തിൻ പ്ലേറ്റിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നല്ല തിന്നായിട്ടുള്ള മൈസൂർ പാക്കായിട്ട് കിട്ടും. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിനകം ഇത് നല്ലൊരു സോഫ്റ്റ് മൈസൂർ പാക്ക കേട്ടോ. ഗീ മൈസൂർ പാക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈസൂർ പാക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. ഇന്നത്തെ മെനു എന്ന് പറയുന്ന ചപ്പാത്തി, പനീർ കറി, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. രാത്രിയിൽ ആഹാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് TV ഒക്കെ കണ്ടു, വർത്തമാനം പറഞ്ഞു. ഇപ്പം കിടക്കാറായി, സമയം 10:45 11 മണിയായി. അപ്പം പ്രത്യേകിച്ച് പുറത്തെങ്ങും പോകുന്നില്ല, പകലൊക്കെ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ. പിന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോയത് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നത് തന്നെ. അപ്പോൾ പോകാതിരിക്കാൻ രക്ഷയില്ലാത്തതുകൊണ്ട് പോയതാണ്. ഓൾറെഡി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് പോയതാണ്. പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോഴും മാക്സിമം സാനിറ്റൈസർ ഞാൻ എവിടെയെങ്കിലും തൊടുമ്പോഴോ അത് തൊടുന്നതിന് മുമ്പേ തൊട്ട് കഴിഞ്ഞും ഒക്കെ സാനിറ്റൈസർ ഇട്ട് കൈ ക്ലീൻ ചെയ്ത് മാക്സിമം കെയർഫുള്ളായിട്ടാണ് പുറത്ത് പോയത്. അത് കഴിഞ്ഞും ഞാൻ ഇപ്പോൾ സ്വീറ്റ്സ് മേടിക്കാൻ പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. മാക്സിമം എങ്ങും പബ്ലിക് പ്ലേസസിലൊന്നും തൊടാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തൊടുന്ന മുമ്പേ തൊട്ട് കഴിഞ്ഞൊക്കെ സാനിറ്റൈസർ ഇട്ട്
നന്നായിട്ട് കൈ ക്ലീൻ ചെയ്യുക. പിന്നെ മാസ്ക് ഞാനിപ്പം വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു മാസ്ക് ആവശ്യമില്ല എന്ന് കുറച്ച് കമൻസ് കണ്ടു. അപ്പം N95 മാസ്ക് ആവശ്യമില്ല, അത് കറക്റ്റാണ്. അപ്പം നോർമൽ സർജിക്കൽ മാസ്ക് മതി, പക്ഷേ മാസ്ക് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അത് നോർമൽ മാസ്ക് മതി. N95 ശരിക്കും നമുക്ക് ശ്വാസം മുട്ടും, അതൊരു റെസ്പിറേറ്ററി നമുക്കൊരു ഭയങ്കര പ്രശ്നമാണ്. വേറെ മാസ്ക് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ പുറത്തൊന്നും പോയില്ല. അപ്പോൾ കടയിൽ മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്, അതുകൊണ്ട് അത് വെച്ചത്. അല്ലെങ്കിൽ നോർമൽ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ വെളിയിലിറങ്ങുമ്പോൾ. ഇപ്പം അല്ലെങ്കിൽ മാസ്ക് കിട്ടാത്തവരാണെങ്കിൽ ഒരു കർച്ചീഫോ ഒരു ടവലോ ഇട്ട് നമ്മുടെ മുഖം ഒന്ന് കവർ ചെയ്യുക. ഇപ്പം അസുഖമുള്ളവർ മാസ്ക് ഇടാതെ പുറത്ത് വരികയാണ്, നമ്മുടെ സൈഡിൽ നിന്ന് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ മാസ്ക് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ മുഖത്തോട്ടല്ല അടിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും അസുഖമുള്ളവരാണ് മാസ്ക് ഇടേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ സപ്പോസ് അവർ മാസ്ക് ഇടാതെ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ചുമച്ചാൽ പോരാ, നേരെ നമുക്ക് മാസ്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോട്ടായിരിക്കും വീഴുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർജിക്കൽ മാസ്ക് കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക. സാനിറ്റൈസർ കിട്ടുന്നവരൊക്കെ കഴുകി വെളിയിൽ ഇറങ്ങുമ്പോഴൊക്കെ കൈ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. വീട്ടിൽ വന്ന ഉടനെ നമുക്ക് കൈ എല്ലായിടത്തും വെളി വെച്ച് കഴുകാൻ പറ്റാത്തതുകൊണ്ടാണ് വീട്ടിൽ വന്നാലുടനെ കൈ സോപ്പിട്ടും ഹാൻഡ് വാഷ് ഇട്ടും ഒക്കെ നന്നായിട്ട് കഴുകുക. ഇത് ശരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മളത് ചെയ്യേണ്ടതാണ്. വെച്ചാൽ ഈ സ്പ്രെഡാണ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതും പ്രത്യേകിച്ച് ഈ 2-3 ആഴ്ച സ്പ്രെഡ് ചെയ്യാതെ മാക്സിമം സൂക്ഷിക്കുക. അതുകൊണ്ടാണ് എല്ലാവരും പുറത്ത് ഇറങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയാം. ഇപ്പം എമർജൻസി ആവശ്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ പുറത്ത് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനാണ് മെയിനായിട്ട് പ്രശ്നം അല്ലേ. നമ്മൾ പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ നമുക്കിപ്പം അതാണ് ഒരു മെയിൻ പ്രശ്നം, സാധനങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് സാധനങ്ങൾ മേടിക്കണം. എപ്പോഴും 2 ദിവസം കൂടുമ്പോൾ വെളിയിൽ തൊട്ടടുത്തൊരു മാർജിൻ ഫ്രീയിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ പോകാതെ കുറച്ച് നാളത്തേക്ക് ഒരു മിനിമം 2 ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഒരാഴ്ചത്തേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ബാക്കി ഗ്രോസറി അങ്ങനത്തെ സാധനങ്ങൾ മാർജിൻ ഫ്രീ നിന്ന് മേടിക്കുന്ന ഗ്രോസറി പോലത്തെ സാധനങ്ങളൊക്കെ 2 ആഴ്ചത്തേക്കൊക്കെ നമുക്ക് അതിൽ കൂടുതൽ നാളും വെക്കാം. 2 ആഴ്ചക്കെങ്കിലും മിനിമം വീട്ടിൽ ഉണ്ടോ നോക്കുക. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒന്ന് നോക്കി ഒരു ലിസ്റ്റൊക്കെ എഴുതി ഒന്ന് പുറത്ത് പോയാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും തീർന്നു കഴിയുമ്പോൾ ഉടനെ വെളിയിൽ പോകുന്നത് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഒരു 1-2 ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ എപ്പോഴും നമുക്ക് പുറത്തോട്ട് പോകുന്നത് നമുക്ക് മാക്സിമം, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനായിരിക്കും ഒന്നെങ്കിൽ ഈ സമയത്ത് ഇപ്പം വേറെ നിവർത്തിയില്ലാതെ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ മാക്സിമം ഇപ്പം എല്ലാവർക്കും മേടിച്ച് കൊടുക്കാനൊന്നും എല്ലാവരും പുറത്തിറങ്ങാതെ മാക്സിമം നോക്കാനല്ലേ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഒത്തിരി നാളത്തേക്ക് നല്ല ഉദ്ദേശിക്കുന്നത് എപ്പോഴും പുറത്ത് പോകാതിരിക്കാനായിട്ടാണ്. ഒന്ന് ലിസ്റ്റൊക്കെ എഴുതി ആവശ്യം വേണ്ട സാധനങ്ങൾ ഒക്കെ ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ പയറ് പരിപ്പ് കടല അരി അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള വെജിറ്റബിൾസോ ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ 2 ദിവസം കൂടുമ്പോൾ പുറത്തോട്ട് പോകുന്ന ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ അവധിയല്ലേ, അപ്പോൾ കുട്ടികളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ചെറിയ ജോലികളൊക്കെ നമുക്ക് അവരെ കൊണ്ട് പഠിപ്പിക്കാനൊക്കെ പറ്റുക. കുറച്ചൊരു മുതിർന്ന കുട്ടികളെ കൊണ്ടൊക്കെ ചെറിയ കിച്ചൺ വർക്കോ അല്ലെങ്കിൽ കുഞ്ഞു പണികളൊക്കെ കൊടുത്ത് നമുക്ക് അവരുമായിട്ട് കൂടുതൽ എൻജോയ് ചെയ്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു അവസരമായിട്ട്. അല്ലാതെ ഈ സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിലിരിക്കുക, പുറത്ത് പോകാതിരിക്കുക. അത്യാവശ്യം പുറത്ത് പോകേണ്ട അവസരങ്ങൾ ഇതേപോലെ സാനിറ്റൈസർ മാസ്കും ഒക്കെ ആയിട്ട് കെയർഫുള്ളായിട്ട് പോകുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കുക, നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നാണല്ലോ ഇപ്പം മോട്ടോ എല്ലാവരും പറയുന്നത്. അപ്പം നമ്മൾ മാക്സിമം സ്പ്രെഡ് വരാതെ ഈ 2-3 വീക്സ് സൂക്ഷിക്കുകയാണ് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം പുറത്തേക്കും പോകാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും വ്ളോഗിലില്ല. എനിക്കറിയാവുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അതിന് അങ്ങനെ വഴക്കൊന്നും പറയല്ലേ. അപ്പോൾ ശരി, എനിക്കിനിയും വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ ഇന്നത്തെ കംപ്ലീറ്റ് വിശേഷം നന്ദുവിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ചെക്കപ്പ് പറഞ്ഞല്ലോ, ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇപ്പോൾ തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.